ഹായ് ഗൈസ്, വെൽക്കം ടു സനം ഡിസൈൻസ്. ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഹാമ്പർ ബോക്സ് നമ്മൾ DTDC വഴി ഡെലിവറി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഹാമ്പർ ബോക്സ് പാക്ക് ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ട്രയലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഹാർട്ട് ഹാമ്പർ ബോക്സ് റെഡിൽ വിത്ത് ബോ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതെങ്ങനെ നമ്മൾ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ബിസിനസ് കാർഡ്, ഇപ്പോൾ സനം ഡിസൈൻസിൻ്റെ ബിസിനസ് കാർഡാണ്, ഇവിടെ കോൺടാക്ട് നമ്പറും പ്രൊവൈഡഡ് ആണ്. ഇതാദ്യം നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ കീപ്പ് ചെയ്യാം. ഗിഫ്റ്റ് ബോക്സിൽ ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് കുറച്ച് കോസ്മെറ്റിക്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സിൽ ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ ടോപ്പ് പോരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടോപ്പിൻ്റെ സൈഡ്സിൽ നമ്മൾ ഡബിൾ സ്റ്റിക്കർ പ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി ക്ലോസ് ആയിട്ട് നിൽക്കും. സോ നമുക്ക് ഡബിൾ സ്റ്റിക്കർ ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഡബിൾ സ്റ്റിക്കർ നമ്മൾ ഓരോ പീസാക്കിയിട്ട് സൈഡ്സിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഒരു 5 ഡബിൾ സ്റ്റിക്കേഴ്സ് ആവശ്യം വരും. ഇനി 5 ഡബിൾ സ്റ്റിക്കേഴ്സ് നമ്മൾ ഇതിൻ്റെ സൈഡ്സിൽ കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഫസ്റ്റ് ഇത് ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് ഒന്നിവിടെ ഒന്ന് നമുക്ക് ഈ സൈഡിലും പ്രൊവൈഡ് ചെയ്യാം, ഈ സൈഡിലും കൊടുക്കാം. സോ ഫസ്റ്റത്തെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാണ്. സെക്കൻഡ് നമ്മൾ ഈ ഒരു ലേസ് വരുന്ന ഭാഗത്ത്, നിങ്ങൾക്ക് കാണാം, ആ ലേസ് വരുന്ന ഭാഗത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്യാണ്. ഈ ഒരു താഴൊരു ഭാഗത്ത് ആൻഡ് ഒന്നുകൂടി നമ്മൾ മുറിച്ചതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പോൾ 5 സ്റ്റിക്കേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 5 ഡബിൾ സൈഡ് ടേപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് 2 കോൺസിലും ഈ 2 സൈഡ്സിലും പിന്നെ 1 ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മൾ ക്ലോസ് ചെയ്യാണ്. നമ്മൾ ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ബാക്ക് സൈഡ് ആക്കിയാലും ഇത് ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ഇത് പോരില്ല. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഈ ഒരു ടോപ്പ് ഇവിടുന്ന് താഴേക്ക് പോയില്ല. സോ നമ്മൾ DTDC ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗിഫ്റ്റ്സ് അവർക്ക് ഉണ്ടാവും, ഒരുപാട് പാർസൽസ് ഉണ്ടാവും. സോ അതൊക്കെ ഒറ്റൊരു ചാക്കിലോ ഒറ്റൊരു ലോഡിലായിരിക്കും പോകുന്നത്. സോ ആ ഒരു സമയത്ത് സോ ആ ഒരു സമയത്ത് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ 5 സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് പോരില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇത് മൊത്തത്തിൽ റോൾ ചെയ്യാണ്. ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ മൊത്തത്തിൽ എല്ലാതും നല്ല രീതിയിൽ പോരും, നല്ല രീതിയിൽ നമുക്ക് ആക്കിയിട്ട് കിട്ടും. സോ ക്ലിംഗ് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ഫേസിലോ അല്ലെങ്കിൽ ഒന്നും ഈ ബോക്സിൻ്റെ ഫേസിലോ ഒന്നും ഡാമേജും കാര്യങ്ങളും വരില്ല. അപ്പോൾ നമുക്ക് ക്ലിംഗ് റാപ്പ് ചെയ്ത് നോക്കാം. ക്ലിംഗ് റാപ്പ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. പെരിന്തൽമണ്ണ ആണെങ്കിൽ നെസ്റ്റോയിൽ അവൈലബിൾ ആണ്.
സോ നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്യാണ്. സോ ഈ ഒരു ബോക്സിൽ നമ്മൾ മൊത്തത്തിൽ ക്ലിംഗ് റാപ്പ് ചെയ്യും. ഇത് നമ്മൾ മേലെ നിന്ന് കൊണ്ടുപോയിട്ട് താഴെ വഴി നമ്മൾ എടുക്കണം. എന്നിട്ട് ഒന്നുകൂടി 2 times ആണ് നമ്മൾ ചെയ്യുക. നമ്മൾ ക്ലിംഗ് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി താഴെ കൊടുക്കുക. ഒന്നുകൂടി മേലെ കൂടി ആക്കിയിട്ട് ഒരു 3 times ആക്കി കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ജസ്റ്റ് റോൾ ചെയ്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്യാം. സീസേഴ്സിനെ എടുക്കാൻ വേണ്ടി നോക്കുക. അത് കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സൈഡ്സിനും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ചില സൈഡ്സ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റോൾ ചെയ്ത് കൊടുക്കുക. ആവാത്ത ഏതെങ്കിലും സൈഡ്സിനെ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ള ബോക്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സൈഡ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി ക്ലിംഗ് റാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ടൈം കൂടി ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുക. എന്നിട്ട് സൈഡ്സൊക്കെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് പാക്ക് ചെയ്ത് കിട്ടും. സോ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി DTDCയിൽ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. വേറെ ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് വരും. ബൈ.